നമ്മുടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പൊ ഇവിടെ ഈ വിഷയത്തിൽ എന്തായാലും ശബരിമല വിഷയത്തിൽ എന്തായാലും ആദ്യം തന്നെ ചാടി പുറപ്പെട്ടിട്ടില്ല SNDP. ഇത് ഇത്രയും വലിയ രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ കാര്യമായി അവർ പങ്കെടുക്കുകയുണ്ടായിട്ടില്ല. അതിൽ അവരിപ്പോഴും പറയുന്ന അല്ലെങ്കിൽ പലരും സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്, NSSC നാമജപ പ്രാർത്ഥനയിലൂടെ തെരുവിലിറങ്ങിയതിൻ്റെ തുടർന്നാണ് ബാക്കി എല്ലാവരും നിലപാട് മാറ്റിയത്. ഒരു വേള കോൺഗ്രസ്, പിന്നെ BJP, ഇവരൊക്കെ നിലപാട് മാറ്റാനുള്ള പ്രേരക ശക്തിയായത് NSS ആണ് എന്ന്. അങ്ങനെ ഒരു തുടക്കം എന്തായാലും SNDP ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. NSSൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാടിനോട് തന്നെയാണ് ഏറിയ കൂറും SNDPക്കുള്ള സമീപനവും. അപ്പോൾ NSS ഇങ്ങനെ ഇറങ്ങുന്നു, അതിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ ധ്രുവീകരണം കേരളം കാണുന്നു. സ്വാഭാവികമായും എതിർ ധ്രുവീകരണം ഉണ്ടാകും. അതിൻ്റെ ഭാഗത്തേക്ക് മറ്റ് വ്യത്യസ്ത അഭിപ്രായമുള്ളവരെല്ലാം അണിചേരും. അപ്പോൾ ഇതിൽ NSSൻ്റെ റോൾ പ്രധാനമാണ്. നിങ്ങളെ ചില രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നതിൽ പ്രേരിപ്പിക്കുന്നത് NSS ആയിരുന്നുവെങ്കിൽ SNDPയിലേക്കും അതിൻ്റെ പ്രതികരണങ്ങൾ, പ്രതിഫലനങ്ങൾ ഉണ്ടാകില്ല എന്ന് ചാട്ടി പിടിക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ലല്ലോ. വേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SNDPക്ക് കേരളത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴല്ലേ രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാത്ത? NSSനും ഉണ്ടായിരുന്നു. NSSനും കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ NSSൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം NDPയും SNDPയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം SRP ആണ്. അവർ രണ്ടുപേരും UDFൻ്റെ ഭാഗമായിരുന്നു. UDFന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ആണ്. കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UDFൻ്റെ ക്യാബിനറ്റിൽ ഈ രണ്ട് സാമുദായിക സംഘടനകളുടെയും അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനകളുടെയും പ്രതിനിധികൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായി വന്നിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി, എനിക്ക് വസ്തുതാപരമായ പിഴവുണ്ടെങ്കിൽ അങ്ങ് തിരുത്തുക വേണം. യോഗത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരുന്ന, പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ആൾ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞേ. ഇപ്പോൾ ഇതിനകത്തുള്ള പഴയ കാലത്ത് നമുക്കറിയാം, നമ്മളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദ്യമായി രൂപീകരിക്കുമ്പോൾ മന്നത്ത് പത്മനാഭനായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്, R ശങ്കർ അതിൻ്റെ മെമ്പറായിരുന്നു. അവർ തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു. ഇപ്പോൾ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന പോലെ അവർ തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു. ആ സൗഹൃദം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരമായി. അതിനുശേഷം കുറേ കാലമായി ആ സമുദായങ്ങൾ തമ്മിൽ സംഘർഷമുണ്ട്, സംഘടനമുണ്ട്. ആ സംഘട്ടനത്തിനും ഒരു അവസാനം കുറിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. കാര്യം അദ്ദേഹമാണ് നായാടി മുതൽ നമ്പൂതിരി വെള്ളം മുഴുവൻ ആളുകളെയും സംഘടിപ്പിക്കാനായി തീരുമാനമെടുക്കുകയും NSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോവുകയും അവർ തമ്മിലൊരു സൗഹൃദമൊക്കെ ആരംഭിക്കുകയും ചെയ്തു. ആ സൗഹൃദം അനശ്വരമായി നിലനിൽക്കുമെന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് അനശ്വരമായില്ല എന്ന് മാത്രമല്ല, നശ്വരമാവുകയും ചെയ്തു. അതിനെ തുടർന്ന് വേർപിരിഞ്ഞ് അവർ തമ്മിൽ പിന്നെ പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോന്നും പരിശോധിച്ചാൽ അതിനൊക്കെ NSSനെതിരെയുള്ള പോളിയമ്പുകളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ചങ്ങനാശ്ശേരിയുള്ള ഒരു പ്രമാണി അല്ലെങ്കിൽ ഒരു രാജാവ്, മറ്റൊരു രാജാവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ചങ്ങനാശ്ശേരി രാജാവ് ആരാണെന്നുള്ള സുകുമാരൻ നായരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പന്തളം രാജാവിനെയും തന്ത്രിയെയും ഉൾപ്പെടുത്തുന്നത് ചങ്ങനാശ്ശേരി. ഇപ്പം ചങ്ങനാശ്ശേരിയും കണിച്ചുകുളങ്ങരയും തമ്മിലുള്ള അകലം വളരെ വർദ്ധിച്ചിരിക്കുന്നു. ആ അകലമാണ് ഈ ശബരിമലയിൽ ഇവരെ രണ്ടുപേരെയും വെവ്വേറെ നിർത്താൻ പ്രേരിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ NSSനെ കണ്ടിട്ടല്ല ഈ ശബരിമല വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. NSSൻ്റെ തീരുമാനം തികച്ചും വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. ഞങ്ങൾ ശബരിമലയെ സംബന്ധിച്ച് പണ്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുന്നു, അതിലൊരു മാറ്റവും ഇല്ല. ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് 12 സീറ്റ് കേരളത്തിലുണ്ട്. അതിൽ ഷാനവാസ് മരിച്ചു, എന്നാലും 12 ആണല്ലോ നമ്പർ. അടുത്ത തവണയും 12 തോറ്റാലും 12 സീറ്റിലും കെട്ടിവെച്ച കാശ് പോയാലും ഞങ്ങളുടെ ഈ നിലപാടിൽ, ശബരിമല വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാടിൽ നിന്ന് ഒരു കഴഞ്ച് പിന്നോട്ട് പോകില്ല. പിന്നെ NSS എടുത്ത നിലപാടുണ്ടല്ലോ. NSS എന്താ പറഞ്ഞത്? അയ്യപ്പൻ്റെ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ ഞങ്ങൾ ആരൊക്കെയാണോ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള അവരെ സഹായിക്കും. അതിനകത്ത് NSSൻ്റെ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സുപ്രീം കോടതി 49 റിവ്യൂ പെറ്റീഷൻ കൺസിഡർ ചെയ്യുമ്പോൾ, 5 റിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, കൺസിഡർ ചെയ്തതിനു ശേഷം സുപ്രീം കോടതി വിധി അവിടെ യുവതികളെ കയറ്റണമെന്നാണെങ്കിൽ പിന്നെ ഞങ്ങൾ BJP കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുമെന്നാണ് പറഞ്ഞേ. കേന്ദ്ര ഗവൺമെൻറ് എന്തിനാണ് സമീപിക്കുന്നത്? ഇക്കാര്യത്തിൽ ഇത് ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് നിയമനിർമ്മാണം നടത്താൻ കേന്ദ്രത്തിൽ നടക്കും. കേന്ദ്രം ഒരിക്കലും ഇവിടെ നിയമനിർമ്മാണം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് തെരുവിൽ കലാപമാണ് ലാഭകരം. അതുകൊണ്ട് അവിടെ വെച്ച് NSSും BJPയുള്ള ബന്ധം അവസാനിക്കുമെന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്. അല്ല, അപ്പോൾ NSSും ഈ പറഞ്ഞ BJPയുമായി ഒരു ബന്ധമുണ്ട്? ബന്ധമല്ലല്ലോ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമല BJP എന്ന് പറയുന്ന ഒരു കടലാസ് സംഘടനയാണ് കേരളത്തിൽ. വേണു മനസ്സിലാക്കിയോ? ഒരു കടലാസ് സംഘടനയാണ്. അതിനകത്ത് തമ്മിലടിയാണ്. ഇത്രയും തമ്മിലടിയുള്ള രാഷ്ട്രീയ പാർട്ടി ലോകത്തൊരിടത്തും കാണില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഈ അയ്യപ്പ വിശ്വാസികളെ സംഘടിപ്പിച്ച് അവരെ രാഷ്ട്രീയവൽക്കരിച്ച് BJP-യിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഒരു പാഴ്വേലയാണ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആൾക്കൂട്ടം മൊത്തം തൃശ്ശൂർ പൂരം പോലെയാണ്. പൂരം കഴിഞ്ഞാൽ ആളുകൾ പിരിഞ്ഞ് അവരുടെ പാട്ടിന് പോകും. അപ്പം ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമമായ വിധി വരുന്നത് വരെ ആളുകൾ കാത്തിരിക്കുകയാണ്, വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. അതുവരെ മാത്രമേ ഈ പ്രസക്തിയുള്ളൂ. ഇപ്പൊ